ഹരി ഓം. ഇന്ന് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദദച്ഛാദിതപരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. അത് പിരിക്കുമ്പോൾ സത്വം യത് തത്, എത്തത് എന്നുള്ളതാണ്. യത് തത് പരാഭ്യാമപരികലനതോ, പരാഭ്യാം അപരികലനതഃ. ഒരുമിച്ച് പറയുമ്പം അവിടെ മാറിയിട്ട് മാ വരികയാണ്. അമ്മും ആയും കൂടെ ചേരുമ്പോഴാണ് മാ വരുന്നത്. അതാണ് പരാഭ്യാമപരികലനതോ. അതിനെ നമ്മൾ പിരിക്കുമ്പം പരാഭ്യാം അപരികലനതഃ. തോ എന്ന് പറയുന്നതിന് നമ്മൾ ശരിക്കും അത് വിസർഗം വരും അവിടെ. തഹ അപരികലനതഃ നിർമ്മലം തേന താവത് ഭൂതൈഹി. ഭൂതൈർ എന്നുള്ളതാണ് ഭൂതൈഹി. അവിടെ ഇറു മാറിയിട്ട് വിസർഗം വരുന്നു. അപ്പം ഒരുമിച്ച് ചൊല്ലാൻ എളുപ്പത്തിനാണ് ഭൂതൈർ ഭൂതേന്ദ്രിയൈഹി തേ. ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ. അത് പിരിക്കുമ്പോൾ ഭൂതൈഹി ഭൂതേന്ദ്രിയൈഹി തേ. തേ അവിടുത്തെ വിസർഗം മാറുമ്പോഴാണ് ഐസ്തേ സ്ഥായും തായും കൂടെ വരുന്നത്. വിസർഗമില്ലെങ്കിൽ വിസർഗത്തോടു കൂടി പിരിക്കുമ്പം പറയുന്നത് ഭൂതൈഹി ഭൂതേന്ദ്രിയൈഹി തേ. തേ വപുരിതി, വപുഹു ഇതി. അവിടുത്തെ വിസർഗം മാറിയിട്ട് വപുരിതി, രാ എന്നുള്ള ഒരക്ഷരം വരുന്നു അവിടെ. ആ വപുരിതിയെ പിരിക്കുമ്പോഴാണ് വപുഹു ഇതി. കുറേ ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും നമുക്കത് മനസ്സിലാകും. അത് വിസർഗത്തിനെയാണ് അവിടെ ഒരക്ഷരം ചേർത്ത് ഒരുമിച്ചാക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. വപുരിതി, വപുഹു ഇതി. ബഹുശഃ, ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖ ചിത് ഗർഭ നിർഭാസ രൂപം. ഇത് ശരിക്കും ആ വരി എന്ന് പറയുന്നത് അതൊരു സമസ്ത പദമാണ്. അവിടെ നമ്മൾ പിരിച്ച് നോക്കുമ്പം തത്സ്വച്ഛത്വാത്, അതാണ് തത്. ഇൽസ എന്നുള്ളൊരക്ഷരം വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഇൽസ എന്ന് പറയും. ഇൽസ എന്നൊരക്ഷരം ഇല്ല. ത പ്ലസ് സ, അതാണ് ഇൽസ. നമ്മൾ പറയുമ്പോൾ സ സ എന്ന് വേണം പറഞ്ഞ് ആദ്യമേ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നോളും. ഇൽസ എന്ന് പറയാണ്ട് സ, ത സ സ. തത് സ്വച്ഛത്വാത്, സ്വച്ഛത്വാത് തത്സച്ഛത്വാത്. അവിടെ ഒരു യാന്നുള്ള ചിഹ്നം കണ്ടോ? അതാണ് യത് അച്ഛാദിത. അപ്പോൾ തത്സ്വച്ഛത്വാദച്ഛാദിത പര സുഖ ചിത് ഗർഭ നിർഭാസ രൂപം. തത്സച്ഛത്വാദച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസ രൂപം തസ്മിൻ ധന്യാഃ രമന്തേ ശ്രുതി മതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഇത്രയുമാണ് പിരിക്കുമ്പം വരുന്നത്. ചിലയിടത്തേ ഉള്ളൂ നമുക്ക്
കൂട്ടക്ഷരങ്ങൾ വരുമ്പോൾ ഒരു ശകലം ബുദ്ധിമുട്ട് വരുന്നത്. അത് കുറേ പ്രാവശ്യം നാക്കിനിണങ്ങി വായിച്ച് വരുമ്പോഴത്തേനും നമുക്കതങ്ങ് ശരിയായി വന്നോളും, സ്വമേധയാ ശരിയായി വന്നോളും. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം തത്സച്ഛത്വാദതച്ഛാദിതപരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഇതിൻ്റെ അന്വയം പറയുകയാണെങ്കിൽ തത്പരാഭ്യാം അപരികലനതഃ എന്നുവെച്ചാൽ തത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്. അപ്പോൾ തത്പരാഭ്യാം അപരികലനത, തത് അതിൽ നിന്ന് അന്യങ്ങളായവ. ആ തതെന്ന് പറയുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് സത്വഗുണത്തെയാണ്. ആ സത്വഗുണത്തിൽ നിന്ന് അന്യങ്ങളായവ. അപ്പോൾ അന്യങ്ങൾ എന്തോന്നാണ്? രജോ ഗുണവും തമോ ഗുണവും. അപ്പം ആ സത്വഗുണത്തിൽ നിന്ന് അന്യങ്ങളായ രജോ ഗുണത്തിനോടും തമോ ഗുണത്തിനോടും ഒട്ടും സമ്പർക്കമില്ലാത്തത് എന്ന് പറഞ്ഞാൽ മുഴുവൻ സത്വഗുണം മാത്രമായിട്ടുള്ളത്. നിർമ്മലം യത് സത്വം തേന താവത് ഭൂതൈഹി. നിർമ്മലം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ യത് സത്വം, യാതൊരു സത്വഗുണമുണ്ടോ, ആ ശുദ്ധമായിട്ടുള്ള യാതൊരു സത്വഗുണമുണ്ടോ, തേന താവത് ഭൂതൈഹി, അതുകൊണ്ട് തന്നെ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്വഗുണം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളത്. ഭൂതേന്ദ്രിയൈഹി എന്ന് വെച്ചാൽ ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഉള്ള എന്തോന്ന്? തേ വപുഹു ഇതി, അങ്ങയുടെ ശരീരം എന്ന. അപ്പോൾ അങ്ങയുടെ ശരീരം ശുദ്ധമായ സത്വഗുണം കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാകുന്നു എന്നുള്ളതാണ് അർത്ഥം. അത് ആര് പറഞ്ഞിരിക്കുന്നു? തേ വപുഹി ഇതി എന്ന് വ്യാസവാക്യം ബഹുശഃ ശ്രൂയതേ. അപ്പം വ്യാസഭഗവാൻ പല ഉരുവ്, അതാണ് ബഹുശഃ, പല ഉരുവ് പറഞ്ഞതായി ശ്രൂയതേ, കേൾക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു. തത്സ്വച്ഛത്വാത് യത്, ആ അങ്ങനെയുള്ള ആ നൈർമല്യം ഹേതുവായിട്ടുള്ള യത് യാതൊരു വപുസ്, ആ വപുസ്, ആ എന്തോന്ന് പറയണ്ടേ, അങ്ങയുടെ ശരീരം അല്ലെങ്കിൽ അങ്ങയുടെ പ്രതിഷ്ഠ, അത് അച്ഛാദിത പരസുഖ ചിദ്ഗർഭനിർഭാസരൂപം. അച്ഛാദിത എന്ന് പറഞ്ഞാൽ ഒട്ടും മറവില്ലാത്ത ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപമുള്ളതാകുന്നുവോ നിർഭാസരൂപം. അച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം എന്ന് വെച്ചാൽ ഒട്ടും മറവില്ലാത്തതായ ആ ഉത്കൃഷ്ടവും സുഖവും പ്രകാശവും ഒക്കെ ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപമുള്ളതാകുന്നുവോ. ശ്രുതിമതിമധുരേ സുഗ്രഹേ തസ്മിൻ തേ വിഗ്രഹേ. ശ്രുതിമതിമധുരേ, ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കുക. അപ്പം ശ്രുതിമതിമധുരേ സുഗ്രഹേ, കേൾപ്പാനും നമുക്ക് ആലോചിക്കുമ്പോൾ സ്മരിക്കാനും രസം തോന്നിക്കുന്ന, സുഖേന ഗ്രഹിക്കാവുന്ന ആ അങ്ങയുടെ വിഗ്രഹത്തിങ്കൽ, തേ വിഗ്രഹേ, അങ്ങയുടെ വിഗ്രഹത്തിങ്കൽ, നേരത്തെ പറഞ്ഞ പോലെ ആ വപുസിൽ ധന്യാഹ രമന്തേ. ധന്യ എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യശാലികളായ ജനങ്ങൾ രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞ് ആ തൊഴുകയും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ തന്നെ ഇല്ലാതായി പോകുന്ന പോലെ തോന്നത്തില്ലേ? ആ വിഗ്രഹത്തോട് നമ്മളങ്ങ് രമിക്കുന്ന പോലെ തോന്നുമല്ലോ. അതാണ് ധന്യാഹ രമന്തേ. അത് അവിടെ ചെല്ലുന്നത് ആരാണ്? ഭാഗ്യശാലികളാണ് ചെല്ലുന്നത്. അച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം. അച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം, അതാണ് പറയുന്നത്. ആ മറവില്ലാത്തതും ഉത്കൃഷ്ടവും സുഖവും പ്രകാശവും നിറഞ്ഞ നിശേഷം വിളങ്ങുന്ന ആ സ്വരൂപത്തോടു കൂടിയ എന്നിങ്ങനെയുള്ള ആ വപുസ് അല്ലെങ്കിൽ ആ വിഗ്രഹം,
കാണുന്നവർക്കൊക്കെ അത് കാണാൻ പറ്റുന്നത് തന്നെ മഹാഭാഗ്യമാണ് എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്വരൂപം ശുദ്ധ സത്വം ഗുണം കൊണ്ട് മാത്രമുള്ളതാകുന്നു. അതിനാൽ അത് ചിദാനന്ദമയമാണ്. കേൾക്കാനും സ്മരിക്കാനും രുചികരമായ ആ ഭഗവത് സ്വരൂപത്തിങ്കൽ രമിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നാണ് ചുരുക്കത്തിലുള്ള അർത്ഥം. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛത്വാദതച്ഛാദിതപരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ.